നമസ്കാരം. മതം മാറ്റമാണ്, ഛത്തീസ്ഗഡാണ്, കന്യാസ്ത്രീകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇവിടുന്ന് ഇടതുപക്ഷക്കാർ അതുപോലെ വലതുപക്ഷക്കാർ BJP-കാരും പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. ഇവരെല്ലാവരും പോയിട്ട് ഛത്തീസ്ഗഡ് കോടതിയുടെ ഉത്തരവ് പറഞ്ഞ് തിരുത്തി ഇങ്ങോട്ട് അവരെ വിളിച്ചോണ്ട് പോരാനൊന്നും പറ്റില്ലല്ലോ. ഏത് രാഷ്ട്രീയക്കാർ പോയാൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. അവരുടെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി മജിസ്ട്രേറ്റ് കോടതി തള്ളുകയും ചെയ്തു. ഇനിയിപ്പോൾ സെഷൻസ് കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്. അതൊക്കെ തന്നെ തള്ളാനാണ് സാധ്യത. കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർ ക്രിസ്ത്യാനികളാണ്, ഈ ഗോത്രവർഗ്ഗക്കാരായ പെൺകുട്ടികൾ ക്രിസ്ത്യാനികളാണ് എന്നാണ്. ഛത്തീസ്ഗഡിലെ വനമേഖലയിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരായ പെൺകുട്ടികൾ, ഇന്ത്യയിൽ താമസിക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ ക്രിസ്തീയ മതവിശ്വാസികളാകും എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ് പ്രധാനപ്പെട്ട ജോലി. ഈ മതം മാറ്റം നടത്തിയിട്ട് കൂടെ പച്ചക്കള്ളവും ഞങ്ങൾ മതം മാറ്റിയിട്ടില്ല, അവർ പണ്ടേ ഈ മതമാണ് എന്നൊക്കെ പറയാൻ ഈ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്തിനും ഏതിനും ഉളുപ്പില്ലായ്മയെ കൂട്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ പിന്തുണയ്ക്കാൻ, ഈ ഉളുപ്പില്ലാത്തവരെ പിന്തുണയ്ക്കാൻ പലരും എത്തുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇതിനിടയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു കഥ, അതായത് ശ്രീനാരായണ ഗുരുവിനെ മതം മാറ്റാൻ, അവര് ചില്ലറക്കാരൊന്നുമല്ല, പണ്ടേ ഉണ്ട് പരിപാടി. ശ്രീനാരായണ ഗുരുവിനെ വരെ മതം മാറ്റാൻ ശ്രമിച്ച ആളുകളാണ്. അതിന്റെ ക്രെഡിറ്റ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇരിക്കട്ടെ. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ, ഈ മദർ തെരേസ അടക്കമുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ മതം മാറ്റം തന്നെയായിരുന്നു. മതം മാറ്റി ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടുക എന്നത് തന്നെയായിരുന്നു എന്നത്. ഈ മിഷണറി എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ലക്ഷ്യം, ഇവരുടെ മിഷൻ എന്ന് പറയുന്നത് മതം മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട്. അത് പുറത്തറിയാതിരിക്കാനാണ് അനാഥാലയങ്ങളും അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുകയും ആശുപത്രികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതങ്ങനെയല്ല എന്ന് പറയുന്ന ഈ പച്ചക്കള്ളം പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം അത് പാപം കൂടിയല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇതാണ് ശ്രീനാരായണ ഗുരുവിനെ, മഹാഗുരുവിനെ മതം മാറ്റാൻ ശിവഗിരിയിൽ എത്തിയ ക്രൈസ്തവ മിഷണറിമാർ പറഞ്ഞു. ദൈവപുത്രനായ യേശു കുരിശിൽ മരണം വരിച്ചു, മനുഷ്യരാശിയെ അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഈ പറയുന്ന യേശു എന്ന് പറയുന്ന ഈ ഒരു ദൈവസങ്കല്പത്തിന് സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു ചോദ്യം. ഗുരുദേവൻ പറയുന്നു, വളരെ സന്തോഷം, അപ്പോൾ മനുഷ്യരെല്ലാം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ശരി മിഷണറിമാർ, അങ്ങനെയല്ല, അങ്ങ് യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണം, അപ്പോഴേ അങ്ങേക്ക് പാപമോചനം സാധ്യമാകൂ. ഗുരുദേവൻ പറഞ്ഞു, ഓഹോ, നിങ്ങൾ ആദ്യം പറഞ്ഞത് യേശു കുരിശിൽ മരിച്ചപ്പോൾ മനുഷ്യരുടെ പാപങ്ങളെല്ലാം തീർന്നു എന്നാണല്ലോ. അപ്പോൾ യേശു കുരിശിൽ മരിച്ചിട്ടും മനുഷ്യർ പാപങ്ങളിൽ നിന്ന് മോചിതരായില്ല അല്ലേ? ഇദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മിഷണർമാർ സ്ഥലം വിട്ടു. ഊട് കഴിച്ചിട്ട് പോകാം എന്ന് ഗുരുദേവൻ സ്നേഹത്തോടെ പറഞ്ഞിട്ട് അവർ നിന്നില്ല. മതം മാറുകയും പുറമെ കള്ളം പറയുകയും ചെയ്യുന്നത് കഷ്ടവും പാപവുമാണ് എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളത് ഈ നിമിഷം ഓർമ്മിക്കാം. മതം മാറുകയും പുറമെ കള്ളവും പറയുന്നു. മതം മാറുക, മതം മാറ്റുക, ഇതിന് പുറമെ പച്ചക്കള്ളങ്ങളും പറയുക. മാത്രമല്ല ഈ മതം മാറ്റുന്നതിനായിട്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക, ഇല്ലാത്ത മാജിക്കുകൾ കാണിക്കുക. കഴിഞ്ഞ ദിവസം 2 വിഗ്രഹങ്ങൾ വെള്ളത്തിലിട്ട കഥ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇത്തരത്തിൽ വ്യാപകമായി വിദ്യാഭ്യാസം കുറവുള്ളവരെയും പ്രത്യേകിച്ചും ഗോത്ര മേഖലയിലൊക്കെ താമസിക്കുന്നവരെ, ആദിവാസി വിഭാഗങ്ങളെയൊക്കെ തന്നെ പറ്റിക്കുന്നതിനും അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നതിനുമായിട്ടും ഉള്ള പലതരത്തിലുള്ള പരിപാടികളാണ്. മാത്രമല്ല വിദേശ ഫണ്ട് അടക്കം ഇതിന്റെ പേരിൽ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുൻപ് തത്വമേ ന്യൂസിൽ ഈ ഒരു കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. വർഷങ്ങൾക്ക് മുൻപ് 2019 ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന വീടിനടുത്ത് ഇതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനായ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം എന്നും വന്നിട്ട് എന്നോട് മതം മാറാൻ ആവശ്യപ്പെടും. അതായത് യേശു ഈ ക്രിസ്ത്യ മതത്തിലേക്ക് മാറാനായിട്ട് ആവശ്യപ്പെടും. ബ്രദറൻ എന്ന് പറയുന്ന ഒരു സഭയുടെ ഒരു വിശ്വാസിയും പ്രാർത്ഥന നടത്തുന്ന ആളുമായിരുന്നു ഇദ്ദേഹം. ഒരിക്കൽ എന്റെ കയ്യില് ശ്രീ ബാലകൃഷ്ണൻ സാറിന്റെ ലളിതാ സഹസ്രനാമം വ്യാഖ്യാനം ഞാനതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് തോന്നുന്നു പറഞ്ഞു, ഇതൊക്കെ മാറ്റി നിങ്ങൾ ബൈബിള് വായിക്കണം, എന്നാലേ നിങ്ങൾ സ്വർഗത്തിൽ പോകും. ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് സ്വർഗത്തിൽ പോകണ്ട, എനിക്ക് ഇവിടെയുള്ള സ്വർഗമൊക്കെ മതി, നരകമായാലും മതി, ഇനിയിപ്പോ മോളിൽ ചെന്നിട്ട് ഞാൻ നരകത്തിൽ പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹത്തോട് പരിഹാസ രൂപേണ പറയേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം അങ്ങനെ എന്നോട് ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്റെ കുടുംബാംഗങ്ങളോടൊക്കെ പിന്നെയും മതം മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, ഒരു കുടുംബത്തെ മാറ്റിക്കഴിഞ്ഞാൽ അന്ന് ഈ വ്യക്തിക്ക് 15,000 രൂപ കിട്ടും. ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ 5,000 രൂപ, ഒരു കുടുംബത്തെ മാറ്റിക്കഴിഞ്ഞാൽ 15,000 രൂപ ഇയാളുടെ സഭയുമായി ബന്ധപ്പെട്ട് വിദേശ ഫണ്ട് ഇയാൾക്ക് കിട്ടും എന്നാണ് അറിഞ്ഞത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. എന്തായാലും ശ്രീ മഹാഗുരു പറഞ്ഞതുപോലെ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, മനുഷ്യരുടെ പാപങ്ങളൊന്നും ഇല്ലാതായിട്ടില്ല ഈ യേശു കുരിശിൽ മരിച്ചിട്ടും.
യേശു പാപങ്ങൾ തീർക്കാനാണ് കുരിശിൽ മരിച്ചത് എന്ന് പറയുന്ന ആ പച്ച നുണയെ ഒറ്റ വരി കൊണ്ട് മഹാഗുരു പൊളിച്ചെടുക്കിയ ഒരു കഥയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത് വെറും കഥകൾ മാത്രമല്ല, ഇതിനകത്തൊക്കെ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഈ മതം മാറ്റം എന്ന് പറയുന്നത് ശരിക്കും മതം മാറ്റ ലോബി മാറി മതം മാറ്റ മാഫിയ, മതം മാറ്റ ഗുണ്ടകൾ വരെയുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയായാലും ഈ രാഷ്ട്രീയക്കാർ വോട്ടിനു വേണ്ടി ചൂട്ടും പിടിച്ച് ഛത്തീസ്ഗഡിൽ പോകുന്നവരെ അതേത് പാർട്ടിക്കാരനായാലും ശക്തിയായി എതിർക്കുന്നു. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.